വീണ്ടും കാട്ടാനക്കളിയിൽ ജീവൻ പൊലിഞ്ഞു. ഇടുക്കി ചിന്നക്കനാൽ ചൂണ്ടലിൽ കാട്ടാനാക്രമണത്തിൽ പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമി മരിച്ചു. ഏലത്തോട്ടത്തിൽ വെച്ചായിരുന്നു ആക്രമണം. ചക്കക്കൊമ്പൻ കാട്ടാനയാണ് ആക്രമിച്ചതെന്നാണ് സൂചന. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എപ്പോഴായിരുന്നു ഈ അതിദാരുണമായ സംഭവം? 11:30 കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു മരണം ഉണ്ടാകുന്നത്. കാട്ടാനാക്രമണത്തിലാണ് ഈ ചിന്നക്കനാൽ ചൂണ്ടൽ സ്വദേശിയായിട്ടുള്ള പന്നിയാർ സ്വദേശിയായിട്ടുള്ള ജോസഫ് വേലുച്ചാമി മരിക്കുന്നത്. ഈ ചിന്നക്കനാൽ ചൂണ്ടലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഏലത്തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ഈ ജോസഫ് വേലുച്ചാമി. ജോലി ചെയ്യുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചക്കക്കൊമ്പൻ കാട്ടാന ഒറ്റയാനാണ് നിലവിൽ ഇപ്പോൾ ചിന്നക്കനാലിലെ ചക്കക്കൊമ്പൻ കാട്ടാനയും മറ്റ് ഒരു 8 അംഗങ്ങളുള്ള ഒരു കാട്ടാനക്കൂട്ടവും ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന ചക്കക്കൊമ്പനാണ് ഈ അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഏറെ നേരം ഈ കാട്ടാനക്കൂട്ടം ഈ മൃതദേഹത്തിന് സമീപത്ത് നിലയുറപ്പിക്കുകയും ചെയ്തതോടുകൂടി ഈ മൃതദേഹം മേലത്തോട്ടത്തിൽ നിന്ന് മാറ്റാൻ നിരവധി സമയമെടുത്തു. അതായത് ഏകദേശം 1/4 മണിക്കൂറോളം എടുത്തതിന് ശേഷമാണ് ഈ ഒരു കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷം ഈ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത്. നിലവിൽ RRP സംഘത്തിന്റെയും വനംവകുപ്പിന്റെയും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം പ്രധാനമായും ഉയരുന്നുണ്ട്. പ്രദേശത്ത് ആന ഉണ്ടെന്ന് രാവിലെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ RRP സംഘം എത്തി ആനയെ തുരത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊന്നും തന്നെ നടത്തിയില്ല. ഈ RRP സംഘം വന്ന ഉടൻ തന്നെ മടങ്ങി പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനുശേഷം രണ്ടാമത് വീണ്ടും കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് അടുത്തേക്ക് തോട്ടത്തിനുള്ളിൽ നിന്ന് ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് എത്തിയപ്പോൾ ഈ RRP സംഘം വീണ്ടും എത്തുകയും ഇവരെ തടഞ്ഞു വെച്ച ശേഷമാണ് നിലവിൽ ഈ ആനയെ വനത്തിന് ഈ ഏലത്തോട്ടത്തിനുള്ളിലേക്ക് വീണ്ടും തുരത്താനായത്. ഈ സമയത്താണ് ബജറ്റുകളിലൊക്കെ പ്രകൃതി മനുഷ്യൻ സംഘർഷം എന്നൊക്കെ പറഞ്ഞ് ഉദ്ഘോഷിച്ച് കുറേ കോടികൾ മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളൊക്കെ സംസ്ഥാനത്ത് തുടരുകയാണ്. എവിടെയാണ് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സംസ്ഥാന അധികൃതർക്ക് സാധിക്കാതെ പോകുന്നത്? കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാലിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാവുന്നില്ല. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരന്തരമായി കാട്ടാന എത്തുമ്പോഴും ഇത്തരത്തിൽ ഈ RRP സംഘത്തിന്റെയോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും നിലവിലിപ്പോൾ ഉയരുന്നത്. ഈ പലപ്പോഴും ഈ ഏലത്തോട്ടങ്ങളിലേക്കാണ് ഈ കാട്ടാനകൾ നിലവിലിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ഏലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കാട്ടാനക്കൂട്ടം ഉള്ളത്. പലപ്പോഴും RRP സംഘം എത്തുമ്പോൾ പറയുന്നത് ഏലത്തോട്ടത്തിന് നടുവിലാണ് കാട്ടാൻ, അതുകൊണ്ട് തങ്ങൾക്കൊന്നും ചെയ്യേണ്ടതായില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ ചിന്നക്കനാൽ മേഖലയിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇത്തരത്തിൽ കോടികൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിനായി മാറ്റിവെക്കുമ്പോഴും ഇത്തരത്തിൽ RRP സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ച് മനുഷ്യർക്ക് വേണ്ട കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നിരിക്കെയാണ് വനംവകുപ്പിന്റെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ കൃത്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്.